ഹായ്, ഞാൻ ഷിത. ഞാൻ യൂട്യൂബിൽ ആദ്യമായി അപ്ലോഡ് ചെയ്യുന്ന ട്രാവൽ വീഡിയോ ആണിത്. എല്ലാവരും കാണുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ലാവോസിൽ പോയപ്പോൾ എടുത്ത കുറച്ച് ട്രാവൽ വീഡിയോസ് വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ലാവോസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ട കാര്യം, ഇന്ത്യക്കാർക്ക് ഓണററി വിസ കിട്ടുന്ന രാജ്യങ്ങളിലൊന്നാണ്. തായ്ലൻഡ്, മ്യാൻമാർ, ചൈന, കംബോഡിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളുടെ നടുവിലായതിനാൽ ഇവിടെ നിന്ന് ലാവോസിലേക്ക് ബസ്സുണ്ട്. ലാവോസിന്റെ തലസ്ഥാനമായ വിയന്റൻ വരെ ഫ്ലൈറ്റിലും പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ബസ്സിലുമായിരുന്നു എൻ്റെ യാത്ര. ഈ വീഡിയോയിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ട്രീ ഹൗസ് എന്ന് അവകാശപ്പെടുന്ന ലാവോസിലെ നംകാൻ നാഷണൽ പാർക്കിന്റെ നടുവിലുള്ള ട്രീ ഹൗസിലേക്ക് നടത്തിയ യാത്രയാണ്. ഗിബൺ എക്സ്പീരിയൻസ് എന്നാണ് ഈ ട്രിപ്പിന്റെ പേര്. സാധാരണ എല്ലാവരും എങ്ങനെയാണ് ട്രീ ഹൗസിൽ കയറുക? ഏണിയിലൂടെ അല്ലെങ്കിൽ കയറിലൂടെ അല്ലേ? എന്നാൽ ഈ ട്രീ ഹൗസിൽ എത്തിപ്പെടാൻ അത്ര എളുപ്പമല്ല. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഈസ്റ്റ് ഇന്ത്യയിലുമൊക്കെ കണ്ടുവരുന്ന വാലുള്ള കുരങ്ങുകളാണ് ഗിബൺ. എന്തുകൊണ്ടാണ് ഈ യാത്രയുടെ പേര് ഗിബൺ എക്സ്പീരിയൻസ് എന്നായിരുന്നു വൈകാതെ നമുക്ക് മനസ്സിലാക്കും. ഗിബൺ എക്സ്പീരിയൻസ് തന്നെ 3 ദിവസത്തെ ക്ലാസിക് യാത്രയും വെള്ളച്ചാട്ടം കാണാനുള്ള യാത്രയും പിന്നെ 2 ദിവസത്തെ എക്സ്പ്രസ് യാത്രയും ഉണ്ട്. അതിൽ എക്സ്പ്രസ്സിലാണ് ഞാനുള്ളത്. പേര് പോലെ തന്നെ അധികം റെസ്റ്റ് ഒന്നും ഇല്ലാതെയുള്ള മലകയറ്റവും പിന്നെ കുറേ ഗിബൺ എക്സ്പീരിയൻസുമാണ് ഇത്. തായ്ലൻഡ് ബോർഡറിലെ ഹൊയ്ഷായ് നഗരത്തിൽ നിന്നും 1 മണിക്കൂർ ട്രക്ക് യാത്രയ്ക്ക് ശേഷം തുടങ്ങിയ നടപ്പാണിത്. 1 മണിക്കൂർ കുത്തനെയുള്ള കയറ്റമാണെന്ന് പറഞ്ഞിട്ട് നിരപ്പായും കുത്തനെയും നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മണിക്കൂർ 2 ആയി. ഊണിന്റെ സമയമാകുമ്പോഴേക്കും എത്തുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഊണിന് ശേഷം മുളങ്കാട്ടിലൂടെ യാത്ര തുടർന്നു. 5 രാജ്യങ്ങളിൽ നിന്നായുള്ള 12 പേരാണ് ഞാനുള്ള ഗ്രൂപ്പിൽ, പിന്നെ 2 ഗൈഡും. അങ്ങനെ നടന്ന് ആദ്യത്തെ സിപ്ലൈൻ അടുത്തെത്തി. അതെ, സിപ്ലൈൻ തന്നെ. ഇതാണ് ഞാൻ പറഞ്ഞ ഗിബൺ എക്സ്പീരിയൻസ്. ഒരു മലയിൽ നിന്ന് മറ്റൊന്നിലേക്കായുള്ള 12 സിപ്ലൈൻ കഴിഞ്ഞാലേ ഞാൻ ആദ്യം പറഞ്ഞ ട്രീ ഹൗസ് എത്തും. ആദ്യം തന്നെ എങ്ങനെയാണ് സിപ്ലൈൻ ചെയ്യേണ്ടതെന്നും സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും ഗൈഡ് പറഞ്ഞു തന്നു. സിപ്ലൈൻ്റെ 2 അറ്റത്തും ഓരോ ഗൈഡുകൾ നിൽക്കും. ഓരോരുത്തരുടെ ദേഹത്തും സിപ്ലൈനെ കണക്ട് ചെയ്യാനുള്ള ഹാർനസ് ഉണ്ട്. അതും ധരിച്ചാണ് ഈ മലകളെല്ലാം എല്ലാവരും കയറിയത്. ഇതാണ് എക്സ്ട്രാ സേഫ്റ്റി കാരബിനർ. ഇതെടുത്ത് സിപ്ലൈൻ ട്രോളിയോട് അറ്റാച്ച് ചെയ്യണം. ഈ മുകളിൽ കാണുന്നതാണ് ബ്രേക്ക്. അങ്ങനെ ആദ്യത്തെ സിപ്ലൈൻ ചെയ്യാൻ ഞാൻ തുടങ്ങി. സിപ്ലൈൻ അടിപൊളിയല്ലേ? പക്ഷെ രണ്ടാമത്തേത് അങ്ങനെയല്ലായിരുന്നു കേട്ടോ. സാധാരണയായി എല്ലായിടത്തും മുകളിൽ നിന്ന് താഴേക്കാണ് മിക്ക സിപ്ലൈനുകളും. പക്ഷെ ഇവിടെ 2 മലകൾക്കിടയിലായതിനാൽ ഒരുവിധം നേരെയും പിന്നെ അവസാനമാകുമ്പോഴേക്കും കുറച്ച് മുകളിലോട്ടുമായാണ് സിപ്ലൈൻ്റെ പോക്ക്. അതുകൊണ്ട് തുടക്കത്തെ കുറച്ച് വേഗത്തിൽ ശക്തിയെ തുടങ്ങിയില്ലെങ്കിൽ അവസാനത്തെ മോളിൽ പോക്കിന് മുൻപായി അവിടെ നിൽക്കും. പിന്നെ അത് ബാക്കോട്ടേക്ക് പോകാൻ തുടങ്ങും. അതാ ഞാൻ നിന്നു. അങ്ങനെ നിന്നു പോയാൽ തിരിഞ്ഞു നിന്ന് കുരങ്ങിനെ പോലെ കൈകൾ ഉപയോഗിച്ച് പുറകിലേക്ക് നീങ്ങണം. അതാണ് ശരിക്കും ഗിബൺ എക്സ്പീരിയൻസ്. അത് തീരുമ്പോഴേക്കും കയ്യിലെ മസിലെല്ലാം ഒരു പരുവാകും. അതുപോലെ സ്പീഡ് കൂടുതലുള്ള ചില സിപ്ലൈനുകളിൽ അവസാനമാകുമ്പോൾ ബ്രേക്ക് പിടിച്ചില്ലെങ്കിൽ നേരെ പോയി മരത്തിലിടിക്കും. ഇടയ്ക്ക് ഒരിടത്ത് റെസ്റ്റ് എടുക്കാൻ ഇരുന്നപ്പോൾ ഗൈഡ് സി ഒരു വിദ്യ കാണിക്കുമെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന കല്ലെടുത്ത് പൊടിക്കാൻ തുടങ്ങി. അതെന്താണെന്ന് നോക്കാം. ഒരു സിപ്ലൈൻ കഴിഞ്ഞാൽ അടുത്തതിലേക്ക് കുറച്ച് നടക്കണം. 3-4 സിപ്ലൈൻ കഴിഞ്ഞപ്പോഴേക്കും ഗൈഡുകളുടെ സഹായമില്ലാതെ തന്നെ എല്ലാവർക്കും സിപ്ലൈൻ ചെയ്യാമെന്നായി. ഒരുപാട് തവണ വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് അവസാനം പോകാം എന്നുറപ്പിച്ചതാണ് ഈ ഗിബൺ എക്സ്പീരിയൻസ്. അതിന്റെ പ്രധാന കാരണം 2017 മാർച്ചിൽ ഒരു അമേരിക്കൻ ടൂറിസ്റ്റ് ഇവിടെയുള്ള സിപ്ലൈനിൽ നിന്ന് വീണ് മരിച്ചു. പിന്നെ യാത്ര തുടങ്ങുന്നതിന് മുൻപായി ഗിബൺ എക്സ്പീരിയൻസ് ഓഫീസിൽ ചെന്ന് ഈ യാത്രയിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാണെന്നും ലൈഫ് ഇൻഷുറൻസോ മെഡിക്കൽ ഇൻഷുറൻസോ ഒന്നും കിട്ടില്ലെന്നും ഒപ്പിട്ട് കൊടുക്കണം. ആ ഫോം വായിച്ച് ഒപ്പിടാതെ കുറച്ചു പേർ തിരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ കുറെ സിപ്ലൈൻ കഴിഞ്ഞ് വൈകുന്നേരം 4 മണിയോടെ ട്രീ ഹൗസിലേക്കുള്ള സിപ്ലൈൻ അടുത്തെത്തി. അതെ, ട്രീ ഹൗസിലേക്കും സിപ്ലൈനിൽ തന്നെ പോകണം. വേറെ വഴിയൊന്നുമില്ല. ഒരു ട്രീ ഹൗസിലേക്ക് 2 പേരെ പ്രതീക്ഷിച്ച് ഞാൻ ഞെട്ടി. ഞങ്ങൾ 12 പേരും 2 ഗൈഡും എല്ലാം ഈ ട്രീ ഹൗസിലേക്കാണ്. മരം വെട്ടുകാരിൽ നിന്ന് പിടിച്ചെടുത്ത തടികൾ ഉപയോഗിച്ചാണ് ഇവിടെയുള്ള എല്ലാ ട്രീ ഹൗസുകളും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ട്രീ ഹൗസിലേക്ക്
ട്രീ ഹൗസ് വിചാരിച്ചാലും വളരെ വലുതാണ്. 3 നിലയുണ്ട്. 30 അടി ഉയരത്തിലാണ് ഈ ട്രീ ഹൗസ്. 1ാമത്തെ നിലയിലാണ് സിപ്ലൈനിൽ ചെന്നിറങ്ങുന്നത്. ബാത്റൂമും ടോയ്ലറ്റും അവിടെ തന്നെ. ബാത്റൂമിൽ ഒരു സൈഡിലെ ചുവരുള്ളൂ, മറ്റേ സൈഡ് കാട്ടിലേക്ക് ഓപ്പൺ. 2ാമത്തെ നില വളരെ വിശാലമാണ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല. കൊടുങ്കാടാണ് ചുറ്റും. ഇവിടുന്ന് സൂര്യാസ്തമയം കാണാനും പറ്റും. അപ്പോഴേക്കും ഞങ്ങൾക്കുള്ള ചായയും കോഫിയും റെഡി. ട്രീ ഹൗസിന് തീ പിടിക്കാതിരിക്കാൻ അടുത്തുള്ള ഒരു അടുക്കളയിലാണ് പാചകം. 3ാമത്തെ നിലയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ഈ ഭാഗത്ത് 2 പേർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്. 3ാമത്തെ നിലയുടെ ഈ ഭാഗത്ത് 3 പേർക്ക് കിടക്കാം. ഇനി നമുക്ക് സൂര്യാസ്തമയം കാണാം. പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ കാട് കാണാൻ ഇറങ്ങി. അതെ, സംശയിക്കേണ്ട, സിപ്ലൈനിൽ തന്നെ. ട്രീ ഹൗസിൽ നിന്നുള്ള ചാട്ടത്തോടെ ഉറക്കം തൂങ്ങലെല്ലാം പോയി. ഈ കാട്ടിൽ ഗിബണുകൾ ഉണ്ടെങ്കിലും കാണാൻ പ്രയാസമാണ്. സൂര്യോദയം കഴിഞ്ഞ ഉടനെ കാടിനൊരു പ്രത്യേക ഭംഗി. അവസാനം കണ്ട പുഴയിൽ കുറച്ചു നേരം നീന്തി നടത്തം തുടർന്നു. അതാ ആ കാണുന്നിടത്താണ് ലഞ്ച്. ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ട്രക്കും റെഡി. ഇവിടുന്ന് നേരെ ഹോയ്ഷായ്, അവിടുന്ന് ബസ്സിൽ തായ് ലാവോസ് ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജിലൂടെ തായ്ലൻഡിലേക്ക്. ലാവോസിലെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.